പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺ ആൻഡ് മെഷീൻ എവല്യൂഷൻ, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺ ആൻഡ് മെഷീൻ എവല്യൂഷൻ പണ്ട് കാലത്തുള്ള ആൾക്കാർ കൗണ്ടിങ്ങിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോണുകളായിരുന്നു. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള സ്റ്റോണുകൾ അവർ ഡിഫറെൻറ്റ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് മീൻസ് കല്ലുകൾ അവർ ഓരോ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കൗണ്ടിങ് മെത്തേഡ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആനിമൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇപ്പം ആനിമലിനെ കൊണ്ടുവന്ന് അവർ മേയാൻ വിട്ടതിൽ നിന്ന് എത്ര എണ്ണം തിരിച്ചു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് അവർ കൗണ്ടിങ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇൻഫർമേഷനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറി. അതിനുവേണ്ടി മെയിനായിട്ട് ഉപയോഗിച്ചത് വാളുകളിൽ ഇതേപോലെ സ്ക്രാച്ചസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കയറുകളിൽ ഡിഫറെൻറ്റ് ടൈപ്പുള്ള കെട്ടുകൾ ഇടുക. അപ്പോൾ ഓരോ കെട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കെട്ടുകൾ ഡിഫറെൻറ്റ് നമ്പേഴ്സിന് ഒക്കെ ആയിരുന്നു റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഇൻഫർമേഷനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അവർ മാറി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് സ്റ്റോൺ വെച്ച് റെപ്രസെൻ്റ് ചെയ്തായിരുന്നു. പിന്നെ ആ സ്റ്റോൺ റെപ്രസെൻറ്റേഷൻ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറി. വാളുകളിൽ സ്ക്രാച്ചസ് ഇടുക, അല്ലെങ്കിൽ ഇതേപോലെ കെട്ടുകളിടുക, കയറിൽ കെട്ടുകളിടുക, ഈ രീതിയിലേക്ക് മാറി. അതിനുശേഷമാണ് ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നുള്ള മെത്തേഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്റ്റിക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സ്റ്റിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ആനിമലിനെയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയോ ആയിരിക്കും. അതേപോലെ തന്നെ ഈച്ച് ഒബ്ജക്റ്റ് ഹാവ് വെയിറ്റ്, അതായത് നമ്മൾ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷൻ, ടെൻസിൻ്റെ പൊസിഷൻ, വൺസിൻ്റെ പൊസിഷൻ എന്നുള്ള രീതിയിൽ പറയുമല്ലോ. അപ്പോൾ 3 സ്റ്റിക്ക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഈ രീതിയിലായിരിക്കും. നമ്മൾ നോർമൽ കൗണ്ടിങ് മെത്തേഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം പോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റിക്കിൻ്റെയും പൊസിഷൻ വെച്ചിട്ടായിരിക്കും അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിക്ക് മാത്രമാണെങ്കിൽ അത് ഒരു ആനിമലിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് കൗണ്ടിങ് മെത്തേഡ് ആൻഡ് നമ്പർ സിസ്റ്റം. അതിൽ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, സമ്മറൈൻ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം, ചൈനീസ് നമ്പർ സിസ്റ്റം, ഗ്രീക്ക് അയോണിയൻ നമ്പർ സിസ്റ്റം, റോമൻ നമ്പർ സിസ്റ്റം, മായൻ നമ്പർ സിസ്റ്റം, ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം, ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം 3000 BC കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഒരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ചിഹ്നങ്ങൾ ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ നമ്പറിനായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജിൽ കാണാം. ഇപ്പോൾ ഈ ഒരു ചിഹ്നം റെപ്രസെൻ്റ് ചെയ്യുന്ന 10 എന്ന് പറഞ്ഞതിനായിരിക്കും. ഇത് 1. ഓക്കെ, ഇത് എഴുതുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്, അതായത് അറബിയൊക്കെ എഴുതുന്ന പോലെയാണ് എഴുതുക. പിന്നെ ഇതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇതിൽ എന്താണ് ഈ റാഡിക്സ് ബേസ് എന്നുള്ളത് അതും കൂടെ നമുക്ക് നോക്കാം. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് എത്ര സിമ്പിൾസ്, അതായത് ഇതൊക്കെ ഓരോന്നും നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളുകളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് 1നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 10നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എത്ര സിമ്പിളുകളുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ നമ്പർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റാഡിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ഏത് നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണ് അത് റെപ്രസെൻ്റ് ചെയ്യാൻ കൂടിയാണ് റാഡിക്സ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ എഴുതിയിരിക്കുന്നത് ഒരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഇതിൽ 1101.11 ഇതിൻ്റെ താഴെയായിട്ട് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിലെ മെയിൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 0യും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് 2 നമ്പേഴ്സ് അതിൻ്റെ അകത്തുള്ളൂ, അപ്പോൾ അല്ലെങ്കിൽ 2 സിമ്പിൾസ് അതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കതിനെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 2 എന്ന് പറയാം. അപ്പോൾ അതേപോലെ തന്നെ ഈ നമ്പറുകളൊക്കെ നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും ബാക്കി എല്ലാ നമ്പർ സിസ്റ്റത്തിലും വരുന്നതാണ്. അപ്പോൾ ഇത് ഏതിലുള്ളതാണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ റാഡിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്ന നമ്പേഴ്സാണ് ആ രീതിയിൽ. സമ്മറൈൻ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം 2000 BC കാലഘട്ടത്തിൽ യൂസ് ചെയ്ത നമ്പർ സിസ്റ്റമാണ് സമ്മറൈൻ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 60 ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇത് എഴുതുന്നത്. പിന്നെ സെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരും കൂടെ ഇതിനുണ്ട്, കാരണം അതിൻ്റെ ബേസ് 60 ആയതിനെ കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ 0 മുതൽ 59 വരെയുള്ള നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ കേസിൽ നമുക്ക് 0 അവിടെ അല്ല, കാരണം 0നെ എംറ്റി എന്നുള്ള രീതിയിലാണ്
ഈ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചൈനീസ് നമ്പർ സിസ്റ്റം. ചൈനീസ് നമ്പർ സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്നത് ബാംബൂസ് അല്ലെങ്കിൽ മുളകൾ വെച്ചുകൊണ്ടുള്ള നമ്പേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വരുന്നത്. പിന്നെ ഇത് 0 to 9 നമ്പേഴ്സാണുള്ളത്. 2500 BC കാലഘട്ടത്തിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഓരോ നമ്പറിനെ റെപ്രസെൻ്റ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഇമേജിലുള്ള പോലെ തന്നെ. നെക്സ്റ്റ് ഗ്രീക്ക് അയോണിയൻ നമ്പർ സിസ്റ്റം. ഇതൊരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ഇതിൽ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതേപോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ആണ്. ബേസ് 10,000 കൊണ്ടാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ള പേര് വന്നത്. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എഴുതുക. ഓക്കെ, 500 BC കാലഘട്ടത്തിലാണ് ഈ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന വേർഡ്സ് തന്നെയാണ് ആൽഫ, ബീറ്റ, ഗാമ. ഇതൊരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചിഹ്നങ്ങളൊക്കെ ഒരു നമ്പറിനെ, ഓരോ നമ്പറിനെയും ഓരോ ചിഹ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റോമൻ നമ്പർ സിസ്റ്റം. ഇതും ഒരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. 800 BC to 900 BC കാലഘട്ടത്തിൽ യൂസ് ചെയ്ത നമ്പർ സിസ്റ്റമാണിത്. ഇതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 7 ലെറ്റേഴ്സാണ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് IVXLCDM ഈ ലെറ്റേഴ്സാണ് ഓരോ നമ്പറിനെയും സിമ്പിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എഴുതുന്നത്. ഒരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഓരോ നമ്പറും റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ കാണാം. I എന്ന് പറഞ്ഞാൽ 1 ആണ്, V എന്ന് പറഞ്ഞാൽ 5 ആണ്, X എന്ന് പറഞ്ഞാൽ 10 ആണ്, അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് മായൻ നമ്പർ സിസ്റ്റം. 400 BC മുതൽ 150 AD, അതായത് മായ സിവിലൈസേഷൻ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണിത്. ഇതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. മെയ്ഡപ്പ് ഓഫ് 3 സിമ്പിൾ. ഇതിൽ മെയിനായിട്ട് 3 സിമ്പിളേ ഉള്ളൂ. 0 എന്ന് പറഞ്ഞ സിമ്പിളുണ്ട്, 1 എന്ന് പറഞ്ഞ സിമ്പിളുണ്ട്, 5 എന്ന് പറഞ്ഞ സിമ്പിൾ. അതായത് 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടാണ്, 5 എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. അപ്പോൾ ഈ 3 സാധനങ്ങളും വെച്ചുകൊണ്ട് ഇതിൻ്റെ ഏതൊക്കെ പൊസിഷൻ എവിടേക്കാണ് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഓരോ നമ്പറിനെയും റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം. ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം നമ്മളെ മോഡേൺ നമ്പർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. 0 to 9 വരെയുള്ള സിമ്പലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ഇന്ത്യയിലാണ് ഇത് ഒറിജിനേറ്റലി, നമ്മൾ വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹിന്ദു നമ്പർ സിസ്റ്റം നമ്മളെ പഴയ ആൾക്കാരൊക്കെ എഴുതുന്ന നമ്പറുകൾ പണ്ടുള്ളവർ, അതായത് നമ്മളെ പഴയ ആൾക്കാർ എഴുതുന്ന ഈ രീതിയിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അറബിക് നമ്പറുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ടാണ് മോഡേൺ നമ്പേഴ്സ് വന്നിട്ടുള്ളത്. അതായത് ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് നമ്മളുടെ നമ്പർ സിസ്റ്റംസ് വരുന്നത്.